നിങ്ങൾക്കായി ഇപ്പോൾ ക്ലാസ്സുകൾ അവതരിപ്പിക്കുന്നത് ഗാന്ധി അധ്യാപക മണ്ഡലം എന്ന കൂട്ടായ്മയാണ്. വിവിധ അധ്യാപകരാണ് ഇതിൽ ഡെഡിക്കേറ്റഡായി മുന്നോട്ട് വന്നിട്ടുള്ളത്. ഇന്ന് നമ്മൾ രണ്ടാമത്തെ അധ്യായം എഡ്യൂക്കേഷണൽ ഫിലോസഫി ഓഫ് മഹാത്മാഗാന്ധിയുടെ അവസാന പാർട്ടാണ്, പാർട്ട് 3 ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അതിൽ ഇന്ന് ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ ടോപ്പിക് ദ മെത്തഡോളജി ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ മെത്തഡോളജി എന്ത്, ഏത് രീതിശാസ്ത്രമാണ്, ഏത് അടിസ്ഥാന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ബേസിക് എഡ്യൂക്കേഷൻ അഥവാ തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസം നിലകൊള്ളുന്നത്. അതിതാണ് നാം മുന്നേ ചർച്ച ചെയ്തതാണ്. ഗാന്ധിയുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു ക്രാഫ്റ്റിനെ ചുറ്റിപ്പറ്റിയാണ്. അതുകൊണ്ട് തന്നെ ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ സങ്കല്പം തന്നെ ഇസ് എ കോമ്പിനേഷൻ ഓഫ് 3 H's ഇൻസ്റ്റെഡ് ഓഫ് 3 R's. 3 R'കൾ കൂടി ചേരുന്നല്ല, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് അരിത്തമെറ്റിക് അല്ല. ബട്ട് ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ 3 H's, ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്. അത് തന്നെയാണ് ഗാന്ധിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ രീതിശാസ്ത്രം. ഈ 3 ഫാക്കൽറ്റീസിൻ്റെയും സമഗ്രവും സന്തുലിതവുമായ ഏകോപനമാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ മെത്തഡോളജി എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ഒരു കുട്ടി ഒരു ക്രാഫ്റ്റ് പഠിക്കുമ്പോൾ ആ ക്രാഫ്റ്റിന് ഒരു ഫിസിക്സ് ഉണ്ടായിരിക്കും, ആ ക്രാഫ്റ്റിന് ഒരു കെമിസ്ട്രി ഉണ്ടായിരിക്കും, ആ ക്രാഫ്റ്റിന് ബയോളജി ഉണ്ടായിരിക്കും, അതിനൊരു എൻവയോൺമെൻ്റൽ ആസ്പെക്റ്റ് ഉണ്ടാവും, ഒരു സോഷ്യോളജിക്കൽ ആസ്പെക്റ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള വിവിധ കാര്യങ്ങളെല്ലാം സമന്വയിപ്പിച്ചുകൊണ്ട് മനുഷ്യൻ്റെ ഹെഡ്, ഹാർട്ട് ആൻഡ് ഹാൻഡ്, ഈ 3 ഇന്ദ്രിയങ്ങളുടെയും, നമ്മൾ മനസ്സാ വാചാ കർമ്മണ എന്നെല്ലാം പറയും പോലെ വിവിധങ്ങളായ മനുഷ്യൻ്റെ ഈ 3 ഫാക്കൽറ്റീസിനെയും ഇന്ദ്രിയങ്ങളെയും സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു പ്രത്യേക പാഠ്യപദ്ധതിയാണ്, മെത്തഡോളജിയാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ നിലവിലുള്ളത്. ഈ മെത്തഡോളജി ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നമുക്ക് 2 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് 4 മാർക്കിന് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുന്ന ഒരു ചോദ്യമാണ് മെറിറ്റ്സ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ ഗുണങ്ങൾ എന്തെല്ലാം, കുട്ടികൾക്ക് അടിസ്ഥാന വിദ്യാഭ്യാസത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ്, എന്തെല്ലാം നൈപുണ്യങ്ങളാണ്, എന്തെല്ലാമാണ് ലഭിക്കുന്നത്, അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ പ്രധാനമായിട്ടും 4 മാർക്കിൻ്റെ ചോദ്യമായതുകൊണ്ട് ഏതെങ്കിലും 8 പോയിന്റ് നിർബന്ധമായും നാം എഴുതേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾ പുസ്തകത്തിലുണ്ട്, എന്നാലും ചില കാര്യങ്ങൾ ഞാൻ പറയാം, ശ്രദ്ധിക്കുക. 1, ഇറ്റ് ഈസ് റൂറൽ ആസ് വെൽ ആസ് അർബൻ. അത് ഗ്രാമീണ സംസ്കാരവും നഗര സംസ്കാരവും ചേർന്നതാണ്. ഗ്രാമത്തിലുള്ളവർക്ക് കിട്ടില്ല എന്നോ നഗരത്തിലുള്ളവർക്ക് ലഭിക്കില്ല എന്നൊന്നുമില്ല. ഇതൊരു സാർവത്രികമാണ്, ഇതൊരു യൂണിവേഴ്സലാണ്. എല്ലാ തരത്തിലുമുള്ള ആളുകളെയും ഏകോപിച്ചുകൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം. അതുകൊണ്ട് ആദ്യത്തെ സവിശേഷത അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ഓർ മെറിറ്റ് ഇതാണ്, റൂറൽ ആസ് വെൽ ആസ് അർബൻ. 2, നോട്ട് എ ക്ലാസ് എഡ്യൂക്കേഷൻ. ക്ലാസ് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ് അല്ല. ക്ലാസ് എന്ന് പറയുക യാതൊരു വിഭാഗീയ ചിന്തയുമില്ലാതെ, വിഭജനങ്ങളുമില്ലാത്ത, സമൂഹത്തിനെ വേർതിരിച്ച് കാണാതെ, ഉള്ളവനെന്നോ ഇല്ലാത്തവനെന്നോ കൂലിപ്പണിക്കാരനെന്നോ കർഷകനെന്നോ ഈ ഒരു വ്യത്യാസവും ഇല്ലാതെ, ജാതി മത വർഗ വർണ്ണ ചിന്തകളൊന്നുമില്ലാതെ എല്ലാവർക്കും സമഗ്രവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കുക, അത് തന്നെയാണ് 2ാമത്തെ സവിശേഷത. 3ാമത്തത് ഫോർ മോർ ചലഞ്ചിങ് സിറ്റുവേഷൻസ്. നമ്മുടെ ജീവിതത്തിൽ കുറേയൊക്കെ പ്രതിസന്ധികൾ നേരിടും. ആ പ്രതിസന്ധിക്ക് ഗുണകരമായ, അത് പരിഹരിക്കുന്നതിന് ഗുണമായ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചോദ്യങ്ങൾ, സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ, സാമൂഹ്യപരമായ ബുദ്ധിമുട്ടുകൾ, മാനസികപരമായ പ്രശ്നങ്ങൾ, നമ്മുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള എല്ലാ ഘടകങ്ങളെയും പരിഗണിച്ചുകൊണ്ട് അതെല്ലാം ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻസ് ആയിട്ട് കണക്കാക്കിക്കൊണ്ട് അതിനെ പരിഹരിക്കുന്ന ഒരു സാധ്യത അടിസ്ഥാന വിദ്യാഭ്യാസത്തിലുണ്ട് എന്നുള്ളതാണ് മറ്റൊരു ഗുണം. ഇനി വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ പഠന പ്രബോധന മാധ്യമം എന്തായിരിക്കണം. അതിതാണ്, മാതൃഭാഷയായിരിക്കണം പഠന പ്രബോധന മാധ്യമം. അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. എന്തെല്ലാമാണ്? കുട്ടി സ്വാഭാവികമായ വളർച്ച ഉണ്ടായിരുന്നു, ആശയപ്രകടനം വളരെ എളുപ്പമാണ്, ഒരു ടെൻഷനില്ല, സമ്മർദ്ദമില്ല, ചർച്ചയിൽ പങ്കെടുക്കാം, അല്ലേ? നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് സമർപ്പിക്കാം. അങ്ങനെ സ്വതന്ത്രവും വളരെ ഈസിയുമായിട്ടുള്ള ഒരു പഠന അന്തരീക്ഷത്തിൽ നിന്ന് വളരുന്ന കുട്ടി വളരെ സ്വാഭാവികമായ വളർച്ച ആർജിക്കുന്നവനായിരിക്കും. അത് തന്നെയാണ് നമ്മുടെ 4ാമത്തെ പോയിന്റ്, 4ാമത്തെ ഗുണം, മദർ ടങ് ആസ് ദ മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ. 5ാമത്തത്, ഇറ്റ് ഈസ് ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ between the age group of
7 to 14 years. 7 മുതൽ 14 വയസ്സ് വരെയുള്ളവർക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഒരു രാജ്യമാണ് ഭാരതം. ആ ഭാരതത്തിന് ഇങ്ങനെ ഒരു ഭരണഘടനാപരമായ പരിഷ്കാരം വരുത്തുന്നതിന് ഗാന്ധിയുടെ ചിന്തകൾ, അടിസ്ഥാന വിദ്യാഭ്യാസം ഏറെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമാണ്. അത് തന്നെയാണ് 5ാമത്തെ സവിശേഷത, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ. ഇനിയുള്ളത് ഞാൻ ഒന്ന് പറഞ്ഞു പോകാം. സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്. എന്താണ് സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്? പൗരത്വ പരിശീലനം. കുട്ടി പഠിക്കുമ്പോൾ നേതൃത്വ പാഠവും കിട്ടുന്നു, സാമൂഹ്യ പ്രവർത്തനം കിട്ടുന്നു, സഹകരണ മനോഭാവം കിട്ടുന്നു, സ്വയം കാര്യങ്ങൾ ചെയ്യാനുള്ള പ്രാപ്തി നേടുന്നു. ഇങ്ങനെ കർത്തവ്യങ്ങളും കടമകളും നിറവേറ്റുന്നു. അതോടൊപ്പം സമൂഹത്തിൻ്റെ ആവശ്യമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്വമേധയാലുള്ള ഒരു സന്നദ്ധത. അങ്ങനെ സ്വയം സന്നദ്ധരായിട്ടുള്ള മൂല്യാധിഷ്ഠിതമായ പൗരബോധത്തിൽ വിശ്വസിക്കുന്ന പുതിയ പൗരന്മാരെ സൃഷ്ടിക്കുക എന്നതും ഗാന്ധിയൻ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യമാണ്. അത് തന്നെയാണ് മറ്റൊരു സവിശേഷത. ഇനിയുള്ളത് വിദ്യാഭ്യാസം ജീവിതഗന്ധിയാണ്. റിലേഷൻ വിത്ത് ലൈഫ്. അനദർ വൺ ഈസ് ഇൻ്റഗ്രേറ്റഡ് നോളജ്. വിവിധ വിഷയങ്ങളെ പരസ്പരം കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു വിദ്യാഭ്യാസമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം. പിന്നെയുള്ളത് സെൽഫ് സപ്പോർട്ടിങ്. പഠനത്തോടൊപ്പം ഒരു തൊഴിൽ ചെയ്യുക. ആ തൊഴിലിൽ നിന്ന് കിട്ടുന്ന ചെറിയ വരുമാനം കൊണ്ട് സ്വന്തം വ്യക്തി ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും വിദ്യാഭ്യാസത്തിൽ ഉണ്ടാകുന്ന ആവശ്യങ്ങളും പരിഹരിക്കുക എന്നുള്ളതാണ് ഗാന്ധിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു സവിശേഷത. അതുതന്നെയാണ് വിദ്യാഭ്യാസത്തിൻ്റെ മറ്റൊരു ഗുണവും. ഇനിയുള്ളത് തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസം അഥവാ ക്രാഫ്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. ക്രാഫ്റ്റ് സെൻറ്റേർഡ്നെസ് എന്ന് പറഞ്ഞാൽ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം ഒരു തൊഴിലായിരിക്കണം. അതുകൊണ്ടാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തെ ഈ ക്രാഫ്റ്റ് സെൻറ്റേർഡ് അല്ലെങ്കിൽ തൊഴിൽ കേന്ദ്രീകൃത വിദ്യാഭ്യാസം എന്നെല്ലാം വിളിക്കുന്നത്. അതുകൊണ്ട് കുട്ടിക്കുണ്ടാകുന്ന ഗുണം എന്താണ്? ഒരു തൊഴിൽ നൈപുണി, ഒരു തൊഴിൽ പ്രാവീണ്യം ഉണ്ടാകുന്നു. ജീവിതത്തിൽ യൂസ്ഫുൾ ആയിട്ടുള്ള വിദ്യാഭ്യാസം കിട്ടുന്നു. അവനും അവൻ്റെ ചുറ്റുപാടിനും ഗുണകരമായ ഒരു തൊഴിൽ പഠിക്കുന്നതിലൂടെ സാമ്പത്തികപരമായും സാമൂഹികപരമായും ഓരോ വ്യക്തിയും ഒരു റെസ്പോൺസിബിൾ സിറ്റിസൺ ആകുന്നു. അങ്ങനെ സെൽഫ് ഡിപ്പെൻഡൻസി, സെൽഫ് സപ്പോർട്ട് എന്നിങ്ങനെയുള്ള വിവിധ ഗുണങ്ങൾ ഒരു കുട്ടിക്ക് ക്രാഫ്റ്റ് സെൻറ്റേർഡ്നെസ്സിലൂടെ ലഭ്യമാകും. ഇനിയുള്ളത് ലേണിംഗ് ബൈ ഡൂയിങ്. തൊഴിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? തൊഴിൽ ചെയ്താണ് പഠിക്കുന്നത്. ലേണിംഗ് ബൈ ഡൂയിങ്, തൊഴിൽ ചെയ്തുകൊണ്ട് പഠിക്കുക. ഒരു ക്രാഫ്റ്റിൽ ഏർപ്പെടുമ്പോൾ ആ ക്രാഫ്റ്റ് പഠിക്കുന്ന തൊഴിലിലൂടെ ആ തൊഴിലിൻ്റെ വിവിധ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തുന്നു. ഉദാഹരണത്തിന് ഒരു കുട്ടി പഠിക്കുന്നത് അഗ്രികൾച്ചറുമായി ബന്ധപ്പെടുകയാണെങ്കിൽ വാഴ നടാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ വാഴ നടുമ്പോൾ അധ്യാപകൻ പറയുന്നു ഇതിനൊരു ബയോളജി, ജീവശാസ്ത്രപരമായ കുറേ കാര്യങ്ങളുണ്ട്. വാഴ എന്താണ്, അതിൻ്റെ ബയോളജിക്കൽ നെയിം എന്താണ്, അതിൻ്റെ ഒരു ജോഗ്രഫി ഉണ്ട്, അത് ഏത് സാഹചര്യത്തിലാണ് വളരുന്നത്, അല്ലേ, അതിൻ്റെ ഭൂപ്രകൃതി ഇന്നതാണ് കൂടുതൽ ഫലവത്താവുന്നത്, അതിനൊരു പരിസ്ഥിതിപരമായ എൻവയോൺമെൻറ്റൽ ഫാക്ടർ, ഇതിൻ്റെ കാലാവസ്ഥ ഇതായിരിക്കണം, അതിനൊരു കെമിസ്ട്രി ഉണ്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്, അതിൻ്റെ ഫെർട്ടിലൈസർ എങ്ങനെയാണ്, അതിനൊരു മാത്സ് ഉണ്ട്, എത്ര അടി കുഴി വേണം, അതിൻ്റെ നീളം എന്തായിരിക്കണം, അതിൻ്റെ വീതി എന്തായിരിക്കണം. ഇനി അതിൻ്റെ സാമൂഹ്യശാസ്ത്രമായ ഒരു ഗുണമുണ്ട്. ഇതെന്താണ് ഇതിൻ്റെ സാമൂഹ്യ പ്രസക്തി, ഇത് ആർക്ക് വേണ്ടിയാണ്, ഇത് ആരുടെ വിശപ്പടക്കാനാണ്, ഇതിൻ്റെ സാമൂഹ്യ പ്രതിബദ്ധത എത്ര, അത് നമ്മുടെ ജീവിതത്തിന്, നമ്മുടെ അസ്തിത്വത്തിന് എന്ന് പറഞ്ഞാൽ വിശപ്പ് മാറ്റാൻ, പട്ടിണി മാറ്റാൻ, ഒരു വരുമാനമുണ്ടാക്കാൻ, ഇങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ അതിനൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ടാകുന്നു. അല്ലെങ്കിൽ കുറച്ചുകൂടി വിശാലമായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ അന്നം സൃഷ്ടിക്കലാണ് ഒരു കർഷകൻ ചെയ്യുന്നത്, ആഹാരം സൃഷ്ടിക്കുകയാണ് ഒരു കർഷകൻ ചെയ്യുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ അതിനൊരു സോഷ്യോളജിക്കലായ ഒരു ഹ്യൂമാനിറ്റേറിയൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് വരും. അങ്ങനെ ലേണിംഗ് ബൈ ഡൂയിങ് എന്നുള്ളതിന് അത്രമാത്രം പ്രസക്തിയുണ്ട്. അത് മറ്റൊരു നേട്ടമാണ്. ഇനി അവസാനത്തേത് ഇറ്റ് ഈസ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ. കുട്ടിയെ കേന്ദ്രീകരിച്ചാണ്, കുട്ടിയെ അല്ലെങ്കിൽ വിദ്യാർത്ഥി കേന്ദ്രീകൃത വിദ്യാഭ്യാസം. അതാണ് കുട്ടിയാണ് പ്രധാനം. കുട്ടിയുടെ താല്പര്യമാണ്, കുട്ടിയുടെ ചുറ്റുപാടുമുള്ള കാര്യങ്ങളെക്കുറിച്ചാണ്, അവൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളും അവൻ്റെ താല്പര്യങ്ങളും അവൻ്റെ ക്രിയാശേഷിയെയും പരിഗണിച്ചുകൊണ്ടായിരിക്കണം വിദ്യാഭ്യാസം നടത്തേണ്ടത്. അതാണ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടി പ്രധാന പോയിന്റ്സ് മാത്രം പറഞ്ഞു പോവുകയാണ്. റൂറൽ ആസ് വെൽ ആസ് അർബൻ, നോട്ട് എ ക്ലാസ് എഡ്യൂക്കേഷൻ, മോർ ചലഞ്ചിങ്, മദർ ടങ്, ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, സിറ്റിസൺഷിപ്പ് ട്രെയിനിങ്, റിലേഷൻ വിത്ത് ലൈഫ്, ഇൻ്റഗ്രേറ്റഡ് നോളജ്, സെൽഫ് സപ്പോർട്ടിംഗ്, ക്രാഫ്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ, ലേണിംഗ് ബൈ ഡൂയിങ്, ഇറ്റ്സ് ചൈൽഡ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ.
ഇത്രയും കാര്യങ്ങളാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ മേന്മകൾ അല്ലെങ്കിൽ ഗുണങ്ങൾ. ഇത് തീർച്ചയായും 4 മാർക്കിന് പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യമാണ്. ഇതിനൊരു വിദ്യാർത്ഥി ഏതെങ്കിലും 8 പോയിന്റുകളെങ്കിലും നിർബന്ധമായും എഴുതേണ്ടതാണ്. നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എഡ്യൂക്കേഷണൽ സിനേറിയോ ആഫ്റ്റർ ഇൻഡിപെൻഡൻസ്. സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയിലെ വിദ്യാഭ്യാസം എന്തായിരുന്നു അല്ലെങ്കിൽ എന്താണ്, അതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോണത്. അതിൽ ഇൻഫ്ലുവൻസ് ഓഫ് ഗാന്ധിജി ഓൺ എഡ്യൂക്കേഷൻ കമ്മീഷൻസ്. നിരവധി കാര്യങ്ങളുണ്ടെങ്കിലും നാം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് മഹാത്മാഗാന്ധി എങ്ങനെയാണ് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം ഇന്ത്യയിൽ നിലവിൽ വന്ന വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളെ സ്വാധീനിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾ പുസ്തകത്തിൽ വിശദമായ കാര്യം കൊടുത്തിട്ടുണ്ട്. നമ്മൾ പഠിക്കാനുള്ള സൗകര്യത്തിന് ക്രമീകരിച്ചിരിക്കുന്ന വളരെ പോയിന്റ് ബേസ്ഡ് ആണ്. പരീക്ഷയ്ക്ക് ഇതാണ് എഴുതേണ്ടത്, എന്ത് പഠിച്ചാലും ഈ പോയിന്റുകൾ മറക്കരുത്. ഒന്നാമത്തേത് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ. ഇത് നിലവിൽ വന്നത് 1949 ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഈ കമ്മീഷൻ്റെ പ്രധാനമായ ലക്ഷ്യവും അഥവാ കണ്ടെത്തൽ എന്ന് പറയുന്നത് സ്വഭാവ രൂപീകരണം പ്രാധാന്യമർഹിക്കുന്നു എന്ന് ചൂണ്ടിക്കാണിച്ചതാണ്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ കമ്മീഷൻ സ്വഭാവ രൂപീകരണത്തിനാണ് ഏറെ പ്രാധാന്യം നൽകുന്നത്. രണ്ടാമത് നമുക്ക് പറയാനുള്ളത് സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷൻ 1953. ഈ കമ്മീഷൻ്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് AL മുതലിയാർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ സെക്കൻഡറി എഡ്യൂക്കേഷൻ കമ്മീഷനെ മുതലിയാർ കമ്മീഷൻ എന്നും വിളിക്കുന്നു. ഈ കമ്മീഷൻ്റെ പ്രധാന ഉത്തരവാദിത്വം എന്ന് പറയുന്നത് തൊഴിൽ പ്രാവീണ്യം എങ്ങനെ കുട്ടികളിലേക്ക് എത്തിക്കാം, വൊക്കേഷണൽ എഫിഷ്യൻസി, ആ ഒരു വാക്കാണ് ഏറെ പ്രധാനപ്പെട്ടത്. വൊക്കേഷണൽ എഫിഷ്യൻസി, അതെങ്ങനെ പ്രാവർത്തികമാക്കാം, ഉൽപാദനപരമായ ക്രിയേറ്റീവായിട്ടുള്ള ഒരു തൊഴിൽ ചെയ്യുകയും ആ തൊഴിൽ പ്രാവീണ്യം നേടുകയും ചെയ്യുകയുമാണ് AL മുതലിയാർ അഥവാ മുതലിയാർ കമ്മീഷൻ്റെ ലക്ഷ്യം. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്നത് കോത്താരി കമ്മീഷൻ 1964. കോത്താരി കമ്മീഷൻ്റെ അധ്യക്ഷൻ DS കോത്താരി ആയിരുന്നു. അതുകൊണ്ടാണ് ഇതിനെ കോത്താരി കമ്മീഷൻ എന്ന് വിളിക്കുന്നത്. ഇത് 1964 നിലവിൽ വന്നത്. ഈ കോത്താരി കമ്മീഷൻ്റെ പ്രധാനമായ ലക്ഷ്യം എന്ന് പറയുന്നത് ഇൻ്റഗ്രേഷൻ ഓഫ് അക്കാഡമിക് നോളജ് വിത്ത് എ വർക്ക്. ഒരു തൊഴിലുമായി എങ്ങനെയാണ് അക്കാദമിക പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നത്, ഇതിൻ്റെ ഒരു പഠനമായിരുന്നു കോത്താരി കമ്മീഷൻ്റെ ലക്ഷ്യം. ഇനി നമുക്ക് പറയാനുള്ളത് 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ NPE. ഇന്ന് ഇത് സംബന്ധിച്ചുള്ള പുതിയ വിദ്യാഭ്യാസ നയമൊക്കെ ഇന്ത്യയിൽ വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ആ സാഹചര്യത്തിൽ NPE 1968 അതിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ ഫോർ ഓൾ. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് നിർദ്ദേശിച്ച കമ്മീഷനാണ് 1968 നാഷണൽ പോളിസി ഓൺ എഡ്യൂക്കേഷൻ. ഇനി ഏറ്റവും അവസാനത്തേത് ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി. ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി 1977 നിലവിൽ വന്നത്. ഈ കമ്മീഷൻ പ്രധാനമായും പഠിച്ചത് എങ്ങനെ സോഷ്യലി യൂസ്ഫുൾ പ്രൊഡക്റ്റീവ് വർക്ക് SUPW എന്ന ആശയം വിദ്യാഭ്യാസത്തിൽ കൊണ്ടുവരാൻ കഴിയും, അതിൻ്റെ സാധ്യതകൾ എന്ത്, അതിനെക്കുറിച്ച് പഠിച്ച കമ്മിറ്റിയാണ് 1977 ഈശ്വർഭായ് പട്ടേൽ കമ്മിറ്റി. അങ്ങനെ സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം വന്ന വിവിധ വിദ്യാഭ്യാസ കമ്മീഷനുകളെ എപ്രകാരമാണ് ഗാന്ധി സ്വാധീനിച്ചത് എന്നുള്ള കാര്യമാണ് ചർച്ച ചെയ്യുന്നത്. ഇത് നമുക്ക് 4 മാർക്കിൻ്റെ ഒരു ചോദ്യമായിട്ട് പ്രതീക്ഷിക്കാം. ചോദ്യം ചിലപ്പോൾ ഓരോ കമ്മീഷനുകളും നേതൃത്വം കൊടുത്ത ആളാരാണ്, അതുപോലെ തന്നെ അതിൻ്റെ വർഷം എന്താണ്, അതിൻ്റെ പ്രധാനപ്പെട്ട ആശയം എന്താണ്. അതുകൊണ്ടാണ് ഞാൻ ഓരോന്നിൻ്റെയും ലക്ഷ്യങ്ങൾ പ്രത്യേകം പറഞ്ഞത്. അങ്ങനെ വൺ വേർഡായി ചോദിക്കാവുന്നതാണ് കമ്മീഷൻ, അതിൻ്റെ വർഷം, അതിൻ്റെ ലക്ഷ്യം. അത് ഒരു തരത്തിൽ വൺ വേർഡ്. രണ്ടാമത്തേത് 4 മാർക്കിൻ്റെ ചോദ്യമായി ചോദിക്കാം. അവിടെ നമ്മൾ ഏതെങ്കിലും 4 കമ്മീഷനുകളെക്കുറിച്ചും അതിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളെക്കുറിച്ചും ഒന്ന് പ്രതിപാദിക്കണം. അങ്ങനെ 4 പോയിന്റ് എഴുതുമ്പോൾ നിങ്ങൾക്ക് 4 മാർക്ക് കിട്ടും. ഇങ്ങനെ ഒരു ചോദ്യവും നമുക്ക് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തെ അടിസ്ഥാന വിദ്യാഭ്യാസമെന്ന് വിളിക്കുന്നത്. വൈ ഗാന്ധിജീസ് സ്കീം ഓഫ് എഡ്യൂക്കേഷൻ വാസ് കോൾഡ് ബേസിക് എഡ്യൂക്കേഷൻ. എന്തുകൊണ്ട്? ഇതിന് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഭാരതത്തിൻ്റെ സംസ്കാരവും പാരമ്പര്യവും കണക്കിലെടുത്തുകൊണ്ടുള്ള
ഒരു വിദ്യാഭ്യാസമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിദ്യാഭ്യാസമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം അഥവാ ബേസിക് എഡ്യൂക്കേഷൻ. കുട്ടിക്ക് തനതായ മൂല്യങ്ങളും ചരിത്രപരമായ സംഭവങ്ങളെക്കുറിച്ചുള്ള അവബോധവും ദേശസ്നേഹവും നമ്മുടെ നാടിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവും വ്യക്തിത്വ വികാസവും എല്ലാം സാധ്യമാക്കി തീർക്കുന്നത് ഈ സംസ്കാരത്തെക്കുറിച്ചും പാരമ്പര്യത്തെക്കുറിച്ചുമുള്ള പഠനത്തിലൂടെയാണ്. അതിന് അടിസ്ഥാന വിദ്യാഭ്യാസം ഏറെ പ്രാധാന്യം നൽകുന്നു. ഇനി യാതൊരു വിഭാഗീയതയുമില്ലാതെ ജാതിമത വർണ്ണവർഗീയ ചിന്തകൾക്കതീതമായി ഒരു സാർവത്രികമായ യൂണിവേഴ്സൽ ആയിട്ടുള്ള എല്ലാവർക്കും ഉതകുന്ന വിദ്യാഭ്യാസമാണ് അടിസ്ഥാന വിദ്യാഭ്യാസം വിഭാവനം ചെയ്യുന്നത്. മറ്റൊന്ന്, കുട്ടിയുടെ താല്പര്യവും സമൂഹത്തിൻ്റെ ആവശ്യകതയും പരിഗണിക്കുന്നു. 2, അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഒരു തൊഴിലാണ്, ഒരു ക്രാഫ്റ്റാണ്. അതുകൊണ്ട് ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തിനെ ക്രാഫ്റ്റ് സെൻറ്റേർഡ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നു. വിദ്യാഭ്യാസത്തോടൊപ്പം കുട്ടി തൊഴിൽ പ്രാവീണ്യം അല്ലെങ്കിൽ ഒരു തൊഴിൽ പഠിച്ചിരിക്കണം. ഇതുവഴി ജീവിതത്തിൽ ഗുണകരമായ ഒരു വിദ്യാഭ്യാസം നേടുക എന്ന സങ്കല്പത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഗാന്ധിയുടെ അടിസ്ഥാന വിദ്യാഭ്യാസമുള്ളത്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ നമുക്ക് പറയാം ഗാന്ധിയുടെ വിദ്യാഭ്യാസം അടിസ്ഥാന വിദ്യാഭ്യാസം ആയിരുന്നു. ഇത് 2 മാർക്കിനുള്ള ഒരു ചോദ്യമായിട്ടാണ് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് അതിതാണ് റോൾ ഓഫ് എ ടീച്ചർ ഇൻ ഗാന്ധിയൻ എഡ്യൂക്കേഷൻ. അടിസ്ഥാന വിദ്യാഭ്യാസത്തിൽ ഒരു അധ്യാപകൻ്റെ പങ്ക് എന്തായിരിക്കണം അധ്യാപകൻ്റെ റോൾ? അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അധ്യാപകന് ക്രാഫ്റ്റ് കുട്ടിയെ പഠിപ്പിക്കുന്നതിനുള്ള ജ്ഞാനം വേണം, പരിജ്ഞാനം വേണം. അപ്പോൾ തൊഴിലാണ്, ക്രാഫ്റ്റാണ് അടിസ്ഥാന വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനം. അതുകൊണ്ട് തന്നെ അധ്യാപകന് ക്രാഫ്റ്റിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം, ആദ്യത്തേത്. രണ്ടാമത്തത്, അധ്യാപകൻ പഠിപ്പിക്കേണ്ടത് പുസ്തകങ്ങളിൽ നിന്ന് മാത്രമല്ല, അധ്യാപകൻ സ്വന്തം ജീവിതത്തിൽ നേടിയ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, അതിൻ്റെ വെളിച്ചത്തിലായിരിക്കണം കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകേണ്ടത്. മറ്റൊന്ന്, അധ്യാപകൻ്റെ പരമമായ ലക്ഷ്യം കുട്ടികളുടെ പൂർണ്ണമായ സമഗ്രമായ വികസനമായിരിക്കണം, വ്യക്തിത്വ വികസനമായിരിക്കണം. അതുതന്നെയാണ് ഗാന്ധിയുടെ വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യവും. ഇനി ഗാന്ധി പറയുന്നു, I have always felt that the true textbook for the people is his teacher. ഒരു കുട്ടിയെ സംബന്ധിച്ച് അവൻ്റെ പുസ്തകം എന്നത് അവരുടെ അധ്യാപകനാണ്. അത്രയും ഏറെ പ്രാധാന്യമാണ് അധ്യാപകന് അടിസ്ഥാന വിദ്യാഭ്യാസത്തിലുള്ളത്. പിന്നെ ഒരു അധ്യാപകൻ എന്ന് പറയുന്നത് ആരായിരിക്കണം? ശരിയായ ഒരു ശില്പിയായിരിക്കണം. എ റിയൽ സ്കാറ്റർ ഓർ മെൻറ്റർ. നമ്മളെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന, നമ്മെ വാർത്തെടുക്കുന്ന ഒരു ശില്പി തന്നെയായിരിക്കണം ഓരോ അധ്യാപകനും എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. ഇനി കുട്ടിയുടെ സ്വഭാവ രൂപീകരണവും കുട്ടികൾ തമ്മിലുള്ള പരസ്പര ബന്ധവും അധ്യാപകർ തമ്മിലുള്ള പരസ്പര ബന്ധവും ഒക്കെ വളർത്തുന്നതിന് ഉതകുന്ന നല്ല നയങ്ങൾ സ്വീകരിക്കുന്ന, നല്ല പെരുമാറ്റമുള്ള ഒരാളായിരിക്കണം ഒരു അധ്യാപകൻ. വിശാലമായ മൂല്യങ്ങളെയും വിശാലമായ മനുഷ്യത്വത്തെയും വളർത്തുന്ന ഒരു മാതൃകാ പുരുഷനായിരിക്കണം, ഒരു റോൾ മോഡലായിരിക്കണം ഒരു അധ്യാപകൻ. പിന്നെ അധ്യാപകനെ കുറിച്ച് ഇങ്ങനെ പറയുന്നുണ്ട്, എ ടീച്ചർ മസ്റ്റ് ബി എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. നമ്മുടെ സുഹൃത്തും നമ്മുടെ വഴികാട്ടിയും നമ്മുടെ താത്വികമായി ഉപദേശിക്കുന്ന ദാർശനികനും ഒക്കെ ആയിരിക്കണം നമ്മുടെ അധ്യാപകൻ എന്ന് പറയുന്നത്. എ ടീച്ചർ മസ്റ്റ് ബി എ ഫ്രണ്ട്, ഫിലോസഫർ ആൻഡ് ഗൈഡ്. ഇനി നമ്മുടെ ചർച്ചയുടെ ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യമാണ്, ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യം, ഏറെ പ്രസക്തമായ കാര്യം, എഡ്യൂക്കേഷൻ ഫോർ പീസ്, സമാധാനത്തിന് വേണ്ടിയുള്ള വിദ്യാഭ്യാസം. നമ്മൾ വിവിധങ്ങളായ സമാധാനത്തിന് വേണ്ടി ലോകത്ത് നിലനിന്നിരുന്ന പല സംഭവങ്ങളെയും കുറിച്ച് കേട്ടിട്ടുണ്ട്. സമാധാനമുണ്ടാക്കാൻ ഒരു യുദ്ധം നടന്നു, ആ യുദ്ധത്തിന് ശേഷം സമാധാനം ഉണ്ടാക്കാൻ മറ്റൊരു യുദ്ധം നടന്നു. അങ്ങനെ യുദ്ധക്കൊതിയന്മാരുടെ ഈ ബഹളത്തിനിടയിൽ നമുക്കൊരിക്കലും സമാധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ ഗാന്ധി പറയുന്നു, വിദ്യാഭ്യാസം സമാധാന സൃഷ്ടിക്കുള്ള ഒരു ഉപകരണമായി, ഒരു ടൂളായി നമുക്ക് കണക്കാക്കാം. സഹവർത്തിത്വ മനോഭാവമുള്ള മൂല്യങ്ങൾ വളർത്തിയെടുത്തുകൊണ്ട് സാമുദായിക ഐക്യവും സഹോദര സ്നേഹവും സർവധർമ്മ സമഭാവം പോലുള്ള ആശയങ്ങളും വളർത്തിയെടുത്തുകൊണ്ട് വിദ്യാഭ്യാസത്തിലൂടെ നല്ല മൂല്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് നമുക്ക് സമാധാനകാംക്ഷികളായ പുതിയ പൗരന്മാരെ വാർത്തെടുക്കാൻ സാധിക്കും.
വിദ്യാഭ്യാസം പ്രധാനമായും 5 തലങ്ങളിലാണ് സമാധാന രൂപീകരണത്തിന് സഹായകരമാകുന്നത്. സാമൂഹ്യപരമായും, പാരിസ്ഥിതികപരമായും, വ്യവസ്ഥാപിതമായും, രാഷ്ട്രീയപരമായും, വ്യക്തിപരവുമായും ഒക്കെ ഇങ്ങനെ 5 തലങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് 5 spheres of peace, ഇങ്ങനെയുള്ള ഈ ചിത്രീകരണത്തിൽ കാണുന്നത് പോലെ ഒരു വ്യക്തിയുടെ സമഗ്രമായ ഒരു ഹോളിസ്റ്റിക് ആയിട്ടുള്ള സമാധാനത്തിൻ്റെ പുതിയ വിത്തുകൾ മനസ്സിൽ പാകിക്കൊണ്ട് വിദ്യാഭ്യാസം നമുക്ക് സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ഉപകരണമായി, ഒരു മാർഗമായി നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. അങ്ങനെ യുദ്ധക്കൊതിയന്മാരുടെ സംസ്കാരത്തിന് അന്ത്യം കുറിച്ചുകൊണ്ട് സമാധാന പ്രേമികളായ പുതിയ പൗരന്മാരെ സൃഷ്ടിക്കുന്നതിലൂടെ സമാധാനത്തിൻ്റെ സംസ്കാരം നമുക്ക് ഭാരതത്തിൽ അല്ലെങ്കിൽ ലോകമെമ്പാടും വളർത്താൻ സാധിക്കും. എഡ്യൂക്കേഷൻ ഫോർ പീസ് എന്ന ആശയം നമുക്ക് പരീക്ഷയ്ക്ക് 2 മാർക്കുള്ള ഒരു ചോദ്യമായി പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ എഴുതേണ്ട ഉത്തരത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ ചർച്ച ചെയ്തത്. ഈ 5 വിവിധങ്ങളായ തലങ്ങളെക്കുറിച്ചൊന്ന് പ്രതിപാദിക്കുക. വിദ്യാഭ്യാസത്തിലുള്ള കുട്ടിക്ക് സമാധാനത്തിൻ്റെതായി കിട്ടുന്ന നല്ല നൈപുണികളും മൂല്യങ്ങളും നമ്മുടെ സാംസ്കാരിക പാരമ്പര്യവും ഒക്കെ മനസ്സിൽ ഓർത്തുകൊണ്ടായിരിക്കണം ഉത്തരം എഴുതേണ്ടത്. അങ്ങനെ നമ്മുടെ 2ാമത്തെ അധ്യായം എഡ്യൂക്കേഷണൽ ഫിലോസഫി ഓഫ് മഹാത്മാഗാന്ധി ഇവിടെ അവസാനിക്കുകയാണ്.